ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു. മെർക്കുറി, ലെഡ് അടക്കമുള്ള ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത്. പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ്. മലപ്പുറം ആസ്ട്രം മിംസിലെ ഡോക്ടർമാർ വൃക്കരോഗികളിൽ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത്. വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. മുഖം കറുക്കും, വൃക്ക പോകും. കോട്ടയ്ക്കൽ ആസ്ട്രം മിംസ് ആശുപത്രിയിലെത്തിയ വൃക്കരോഗികളിലാണ് ഡോക്ടർമാർ ഒരേ ലക്ഷണങ്ങൾ കണ്ടത്. മൂത്രത്തിൽ ചെറിയ തോതിൽ പതയും ശരീരത്തിൽ നീരുമായിരുന്നു ലക്ഷണങ്ങൾ. പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. മെർക്കുറി, ഈയം, കാഡ്മിയം, ആഴ്സനിക് തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് അനുവദനീയമായതിലും 100-ലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത്. ഒരു പേഷ്യന്റ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ അയാളുടെ ചോദിച്ചപ്പോൾ അയാൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേസ് ക്രീം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കല്യാണത്തിന് വേണ്ടിയിട്ട് വെളുക്കാൻ വേണ്ടി അയാൾ ഒരു ഫേസ് ക്രീം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഫേസ് ക്രീം കൊണ്ടുവരാൻ പറഞ്ഞു. മുമ്പ് ബയോപ്സി ചെയ്ത ആൾക്കാർ, മുമ്പ് ഇതേ അസുഖമുള്ള ആൾക്കാർ അന്ന് ഫോളോ അപ്പിന് വേണ്ടി ഒപ്പി വരിക, അവരിത് സ്പോട്ട് ചെയ്തു, ഈ ക്രീം സ്പോട്ട് ചെയ്ത് അവരും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് കത്തുന്നത്. നമുക്ക് എല്ലാവരും ഉപയോഗിച്ചത് ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീമുകളാണ്. തുടക്കത്തിൽ മുഖം വെളുത്തു തുടുക്കുമെങ്കിലും ഉപയോഗം നിർത്തിയാൽ അപകടമറിയാം. ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഫെയർ ആവുന്നുണ്ട് അവർ. പക്ഷേ പിന്നീട് അവർക്ക് ഇത് നിർത്താൻ പറ്റുന്നില്ല. നിർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഡാർക്കായിട്ട് അവർ വരിക, പിന്നെ മുഖത്ത് നിറയെ കുരുക്കൾ വരുന്നു, പിന്നെ സ്കിന്നിൽ തന്നെ ഇഞ്ചുറി ഒക്കെ വരുന്നുണ്ട് ഇത് നിർത്തുമ്പോൾ. അപ്പോൾ അവരത് കണ്ടിന്യൂസ് ഒരു അടിമപ്പെടുന്ന പോലെ അത് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴേക്കും അത് കിഡ്നീനെയും ബാക്കി അവയവങ്ങളെയും ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്. മറ്റ് ആശുപത്രികളിലും ഇത്തരം രോഗികൾ എത്തുന്നുണ്ടെന്നും ഡോക്ടർമാരുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ചൈന, പാകിസ്ഥാൻ, തുർക്കി രാജ്യങ്ങളുടെ ലേബലിലാണ് ഉൽപ്പന്നങ്ങൾ ഫാൻസി കടകളിലും ഓൺലൈൻ സൈറ്റുകളിലും വിൽപ്പന നടത്തുന്നത്. ആരോഗ്യവകുപ്പിനെ വിഷയം അറിയിച്ചിട്ടുണ്ടെന്നും വലിയ ജാഗ്രത വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. രുചീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.